ചക്ക അട. ചക്ക നമ്മൾ ചക്കയും അരിപ്പൊടി, ഗോതമ്പ് പൊടി ഇത്രയും സാധനം നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, എടനേല. അത് വെച്ചിട്ടാണ് നമ്മൾ അട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ കുഴച്ച് വയ്ക്കാം. കുറച്ച് സമയം ഇരിക്കണം, ഇതെല്ലാം ഒന്ന് കുതിർന്ന് വരണ്ടേ. കുറച്ച് സമയം ഇരിക്കുമ്പോഴാണ് നന്നാവുള്ളൂ. നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇടാം. ജീരകം വറുത്ത് പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് കുറവുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ ആദ്യം ഇട്ടതാണ്, അപ്പോൾ ഇച്ചിരി കൂടി വേണം തോന്നി. അപ്പോൾ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇടാം. മധുരമൊക്കെ നല്ലപോലെ ഉണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക കേട്ടോ. നമുക്ക് ചക്ക, അരിപ്പൊടി, ഗോതമ്പ് പൊടി, ഏലക്ക, ജീരകം വറുത്ത് പൊടിച്ചത്, തേങ്ങ നമ്മൾ മിക്സിയിലൊന്ന് ചതച്ചെടുത്തു കേട്ടോ. തേങ്ങ ചിരണ്ടിയ തേങ്ങ അങ്ങനെ ഇട്ടില്ല, ഇതാ മിക്സിയിൽ ചതച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ഇതിലിട്ടു ചക്ക ഇതെല്ലാം കൂടി. എന്നിട്ട് കുഴച്ച് അരമണിക്കൂറോ 1 മണിക്കൂറോ വയ്ക്കുക. എത്ര വെച്ചാലും അത്രയും പൊതിരും. അപ്പം നമുക്ക് ഇങ്ങനെ നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ എടനേൻ്റെ ഇലയിലാണ് ഇത് പുഴുങ്ങുന്നത്. എന്താ ഉണ്ടോ, എന്തായാല നല്ല ഇല കേട്ടോ, നല്ല മുഴുത്ത ഇല ഉണ്ടോ. ഇതിലാണ് നമ്മൾ ചക്കയട പുഴുങ്ങുന്നത്. ഇതിനിടയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം ഒക്കെ വേണം കേട്ടോ. ലൈക്കും ഷെയറും സപ്പോർട്ടും ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് ഒരു കാര്യമില്ല. നിങ്ങളെല്ലാവരും കാണണം വീഡിയോ. എൻ്റെ മൊബൈൽ മോശമായതുകൊണ്ടാണ് കളറ് നല്ലോണം ആകാത്തത്. നമുക്കൊരു മൊബൈലൊക്കെ വാങ്ങണം. ഇപ്പം കഴിയൂല. 20,000 15,000 ഒക്കെ വേണ്ടേ. 15,000 രൂപയെങ്കിലും വേണം. ഏറ്റവും കുറഞ്ഞത് 15 വേണം. അപ്പോൾ നമുക്ക് എല്ലാം നിങ്ങൾ കണ്ടില്ലേ, നല്ല ഇടനേല, നല്ല വീതിയുള്ള മണം, സൂപ്പറാണ്. ഇത് നമുക്ക് ഈ പാത്രം കൊണ്ട് അടച്ച് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. അരമണിക്കൂർ എന്തായാലും വെക്കണം. 1 മണിക്കൂർ വെച്ചാൽ കുറച്ചുകൂടി സോഫ്റ്റ് ആവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. നമുക്ക് ഒരു അരമണിക്കൂർ വെച്ചേക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പം നെയ്യ് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇതാ
അപ്പോൾ ഇതാണ് നെയ്യ്, ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഒഴിച്ച് കുപ്പിയിലാക്കി വെക്കാം. നമ്മളത് പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇടനേല എടുക്കുക, അത് ചുരുട്ടി വളച്ചെടുക്കുക. അതിനെ നമുക്ക് ഇതിലാക്കി അടുപ്പത്ത് വെക്കണം. അതൊക്കെ ഒരു കലയാണ്. അപ്പോൾ നമ്മൾ ഇടനേല കഴുകി തുടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കഴുകി പിന്നെ ഇതിന് വെള്ളം വാർക്കാൻ വെച്ചു. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു വെള്ളം ഉണ്ടെങ്കിൽ ഒന്നാവില്ല. വെള്ളം നമ്മൾ തുടച്ച് കളഞ്ഞു. കഴുകി കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ നമ്മളത് തുടച്ചു. ഇനി നമുക്കിതിനെ ചുരുട്ടി എടുക്കണം, മടക്കി എടുക്കണം, കൂട്ടി. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മളിത് എടുക്കുന്നത്. എന്താ വലിയ ഇലയാണ്, അതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇല ഇനിയുണ്ട് കുറേ, നമുക്കതെല്ലാം ഉണ്ടാക്കാം. കുറേ ആൾക്കാർ വിരുന്നുകാർ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ കുമ്പിൾ കുത്തി ഇങ്ങനെ വെച്ച് നല്ല സൂപ്പറായിട്ട് ആയിട്ടുണ്ട്. കുമ്പിൾ സൂപ്പറായിട്ടുണ്ട്, വെന്തിട്ടില്ല. അപ്പോൾ ഇത് ഇലയുടെ കുറച്ച് വിരുന്നുകാർ വരുന്നുണ്ട്. ഇലയുടെയും വേണം, ചക്കയുടെയും വേണം. അപ്പോൾ നമുക്ക് ഇലയുടെ നമ്മൾ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാം. ചക്കയുടെ നമ്മൾ ഇടനേലയിൽ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം.